അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള പാഠങ്ങളൊക്കെ തീർന്നു. ഇനി ഉറുദു ഖവായിദിൽ നിന്നുള്ള അല്പം ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലാദ്യമായിട്ട് നാം പഠിക്കാൻ പോകുന്നത് ഷിർ ക ഫൻ, ആർട്ട് ഓഫ് പോയട്രി, കവിത. എന്താണ് ഷിർ? അതിൻ്റെ നിർവചനമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം കാണാം, അതാണ് നിർവചനം, അതിൻ്റെ താരീഫ്. ഷിർ വോ കലാം ഹെ. ഷിർ എന്ന് പറയുന്നത് ഒരു കലാമാണ്, ഒരു സംസാരമാണ്. എഴുത്തിലോ അല്ലെങ്കിൽ ഓറലി ആയിട്ടോ അതല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ ഉള്ള ഒരു കലാം. കലാം എന്ന് പറഞ്ഞാൽ രണ്ടും പെടല്ലോ. ജിസ്മേൻ, അതിൽ ഷെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ജിസ്മേൻ. ആ കലാമിൽ ലഫ്സോം കി ഏക് ഐസി ഖാസ് തർത്തീബ്, അതിൽ വാക്കുകളുടെ ചില പ്രത്യേകമായ ഓർഡർ അതിനുണ്ടാകും. അതിലുള്ള വാക്കുകൾക്ക് പ്രത്യേകമായ ഓർഡർ ഉണ്ടാകും. അതായത് മൗസൂനിയത്തുഹു, അതിന് മൗസൂനിയത്ത് ഉണ്ടാകും. ചില പ്രത്യേക പ്രാസത്തിൽ എഴുതപ്പെട്ടതായിരിക്കും അത്, അല്ലെങ്കിൽ ചില പ്രത്യേക പ്രാസത്തിൽ താളത്തിൽ ഉള്ളതായിരിക്കും അതിലുള്ള വാക്കുകൾ. അതല്ലാതെ സാധാരണയുള്ള സംസാരം ഒരിക്കലും കവിത എന്ന് പറയില്ലല്ലോ. കവിതയുടെ പ്രത്യേകത അതിൽ മൗസൂനിയത്ത് ഉണ്ടാകുമെന്നാണ്. അതിലുള്ള വാക്കുകളൊക്കെ ചില പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ചതായിരിക്കും. അങ്ങനെ ക്രമീകരിക്കുമ്പോൾ ഉസുസെ, അതിലൂടെ ലയം, പിന്നെ ലയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കവിതക്കും പാട്ടിനൊക്കെ ഉണ്ടാകുന്ന ലയം. നഗംഗി, അതുപോലെ രാഗം, ആഹങ്കി, അതുപോലെ ഹാമണി എന്ന് പറഞ്ഞാലും ലയം എന്നൊക്കെ പറയാം. ഓർ അസർ, അതുപോലെ തന്നെ പ്രത്യേകം അത് കേൾക്കുന്ന ആൾക്ക് പ്രത്യേകമായ എഫക്റ്റ് അയാളുടെ ഹൃദയത്തിൽ പൈദാ ഹോ ജായേ, എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ലയം ഉണ്ടാകും, അതുപോലെ തന്നെ രാഗമുണ്ടാകും, അതുപോലെ ഹാമണി, അതുപോലെ തന്നെ പ്രത്യേകമായ എഫക്റ്റ്. ഇതൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ലഫ്ലുകളെ പ്രത്യേകമായി ക്രമീകരിച്ച കലാമിനെയാണ് ഷിർ എന്ന് പറയുന്നത്. ഷിറിനുള്ള ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അടുത്തത് പഠിക്കാനുള്ളത് അതിൽ കവിതയുടെ ഒരു പ്രത്യേകമായതാണ് മസ്ര എന്ന് പറയുന്നത് ഏതൊരു കവിതക്കും. ഒരു ഷെയർ എന്ന് പറയുന്നത് അതിന് മിനിമം 2 ഭാഗങ്ങൾ ഉണ്ടാവും, 2 വരി ഉണ്ടാവും. അതില് അതാണ് ഷെയർക്ക് ദോ ഹിസ്സെ ഹോത്തെ ഹൈ, ഒരു കവിതക്ക് 2 ഭാഗം ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ ഭാഗത്തെ മസ്രയെ ഊല എന്ന് പറയും, രണ്ടാമത്തെ ഭാഗത്തെ മസ്രയെ സാനി എന്ന് പറയും. ഓക്കെ, അതാണ് ഉദാഹരണം കൊടുത്തവിടെ. മസ്രയ ഊലക്കും മസ്രയ സാനിക്കും. അങ്ങനെ ഓരോ ഒരു ഷീർ എന്ന് പറഞ്ഞാൽ മിനിമം 2 വരി ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ വരിയെ നമുക്ക് മസ്രയ ഊല എന്നും രണ്ടാമത്തെ വരിയെ മസ്രയ സാനി എന്നും പറയും. ഓക്കെ, അതാണ് മസ്ര. ഇനി അടുത്തതാണ് വസ്നോ ബഹർ. വസ്നും ബഹറും. നമ്മൾ ഇംഗ്ലീഷിൽ സാഹിത്യം പഠിച്ചവർക്ക് അറിയാം, ലിറ്ററേച്ചർ എടുത്ത ആളുകൾക്ക് അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ. പോയട്രി പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീറ്ററിനെ കുറിച്ച്. ഓരോ കവിതയും വ്യത്യസ്തമായ മീറ്ററിലായിരിക്കും ഉണ്ടാകുക. പെൻഡാമീറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹെക്സാമീറ്റർ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഉറുദുവിലും അതിനെ പറയുന്ന പേരാണ് വസ്നും ബഹർ. അപ്പൊ എന്താണ് വസ്ന്, എന്താണ് ബഹർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കവിത ഏത് വസ്നിലാണ്? വസ്ൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മീറ്റർ വസ്ൻ രണ്ടും അളവാണ്. ഒരു കവിതയുടെ അതിന്റെ നീളം, അതിന്റെ ദൈർഘ്യം എത്രയാണ്,
അത് ആ ദൈർഘ്യം അനുസരിച്ച് ആലപിക്കുമ്പോഴുണ്ടാകുന്നതാണ് ബഹർ. അത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ബഹർ. അപ്പൊ നമ്മൾ പറയും ഈ കവിത ഈ ബഹറിലാണ് എന്ന് പറയും. അത് വ്യത്യസ്തമായ വസനുകളില് പിന്നെ കവിതകൾ എഴുതപ്പെടും. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? ഫൗലുൻ 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 ഫൗലുൻ, ഈ രീതിയിൽ എഴുതപ്പെടാം. ഇനി അടുത്തത് മഫാഈലുൻ 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 മഫാഈലുൻ, ഈ രീതിയിലായിരിക്കും ചില കവിതകൾ. ഒരു ഉദാഹരണം കൊടുത്തെന്ന് പറഞ്ഞു, വേറെ വ്യത്യസ്തമായ രീതിയിൽ വരാം. ഓക്കെ, ഇനി അതിൽപ്പെട്ട കവിതയുമായിട്ട് മറ്റൊന്നാണ് ബന്ധപ്പെട്ട മറ്റൊന്നാണ് കാഫിയ. കാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ നിർവചനം നോക്കാം. കാഫിയ എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദമുള്ള അല്ലെങ്കിൽ ഒരേ അക്ഷരങ്ങളുള്ള, ഒരേ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന ലഫ്ലുകളെയാണ് പിന്നെ എന്ത് പറയുന്നത്? കാഫിയ എന്ന് പറയും. വോ ലഫ്സ് ജോ യക്സാൻ, ഒരുപോലെയുള്ള ആവാസ് ശബ്ദം, ഓർ യക്സാൻ ഹർഫ് ഓർ ഹുറൂഫ്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള അക്ഷരങ്ങളിൽ ഖത്തം ഹോത്തേ ഹൈ, അവസാനിക്കുന്ന ലഫ്ലുകൾ. ഉനേം, ആ ലഫ്ലുകളെയാണ് കാഫിയ എന്ന് പറയുന്നത്. നമുക്കറിയാം ചില കവിതകളിൽ അതിൻ്റെ പിന്നെ എന്താ പറയാ, അവസാനത്തിൽ ഒരേ അക്ഷരത്തിലായിട്ട് അവസാനിക്കും അല്ലെങ്കിൽ ഒരേ ശബ്ദത്തിലായിരിക്കും അവസാനിക്കും. നമ്മളതിനെ ഇംഗ്ലീഷിൽ റിതം എന്ന് പറയും. റൈമിങ് വേർഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ റിതം എന്ന് പറയുന്നതാണ് കാഫിയ. ഓക്കെ, അത് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി റദീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റദീഫ് എന്ന് പറഞ്ഞാൽ കാഫിയക്ക് ശേഷം പിന്നെ ആവർത്തിച്ചു വരുന്ന ലഫ്ലുകളെയാണ് റദീഫ് എന്ന് പറയുന്നത്. ആം തൗർ പർ അഷ്ആറമേ, സാധാരണയായിട്ട് പൊതുവായിട്ട് കവിതകളിൽ കാഫിയക്ക് ശേഷം പിന്നെ ജോ ലഫ്സ് അൽഫാസ് ദുഹറായെ ജാത്തെ ഹൈ, ചില ലഫ്ലുകൾ എന്ത് ചെയ്യും? കാഫിയ കഴിഞ്ഞതിന് ശേഷം ചില ലഫ്ലുകൾ ആവർത്തിച്ചു വരും. ഉനേം, ആ ലഫ്ലുകൾക്ക് റദീഫ് എന്ന് പറയും. താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിൽ ദിലേ നാദാൻ തുജേ ഹുവാ ക്യാ ഹൈ, കേട്ടോ, ഹുവാ ധുവ കേട്ടോ, വാ എന്നുള്ളതാണ് അവിടെ എന്ത്? കാഫിയ. കാഫിക്ക് ശേഷം വന്ന ലഫ്ല് കണ്ടില്ലേ? ക്യാ ഹേ, രണ്ട് വരിയിലും ക്യാ ഹേ എന്നുള്ള ആവർത്തിച്ചു. അതാണ് റദീഫ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതിൽ കണ്ടോ, സോ ഹുവ അടുത്തതില്. പിന്നെ അടുത്തതില് പിന്നെ എന്താണ്? യാദ് എന്നതാണ് കാഫി. അത് കഴിഞ്ഞിട്ട് എന്താണ്? തുമേം യാദ്. അത് കഴിഞ്ഞിട്ട് യാദ് ഹോ കഴിഞ്ഞിട്ട് എന്താണ്? തുമേം എന്നുള്ളത് എന്താണ്? അതാണ് കാഫി. അത് കഴിഞ്ഞിട്ട് യാദ് ഹോ കെ ന യാദ് ഹോ, ഇതാണ് റദീഫ്. ഓക്കെ, ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് പഠിക്കേണ്ടത് ഷേറി ഹൈഅത്തെ, കവിതകളുള്ള ചില രൂപങ്ങളാണ്. ഹൈഅത്ത് മുസ്മത്ത് എന്ന് പറയുന്നത് എന്താണ്? ഷേറിനെ ഇഫ്തിലാഹിൽ, കവിതയുടെ സാങ്കേതിക ഭാഷയിൽ മുസ്മത്ത് എന്ന് പറയുന്നത് ചില ബന്ധുകളിൽ, ക്ലോസുകളിൽ എഴുതപ്പെട്ട കവിതകൾക്കാണ് മുസ്മത്ത് എന്ന് പറയുന്നത്. ഒരു ക്ലോസിൽ കവിതയുടെ എണ്ണം ഏകദേശം 3 മുതൽ
10 വരെ ഉണ്ടാകും. ഒരു ക്ലോസിലുള്ള കവിത ഷെയറുകളുടെ എണ്ണം എത്ര? 3 മുതൽ 10 വരെ കവിതകൾ ഒരു ക്ലോസിൽ ഉണ്ടാകാം. കവിത എന്നല്ല, ഷെയറുകൾ. ഷെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 2 വരിക്കാണ്, കവിതയിലെ 2 വരിക്കാണ് എന്ത് പറയാ, ഷെയർ എന്ന് പറയും. മുസ്മത്ത് കെ ഹർ ബന്ദ് മേ, മുസ്മത്തിലെ ഓരോ ബന്ദിലും മസ്രകളുടെ എണ്ണം, മസ്ര എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞു, ഒരേപോലെയായിരുന്നു. അതായത് ഒന്നാമത്തെ ബന്ദ് എത്രയാണ്, 5 മസ്ര ആണെങ്കിൽ രണ്ടാമത്തെ ബന്ദ് 5 എണ്ണമായിരിക്കും. ഓക്കെ, കണ്ടോ, ഇവിടെ കണ്ടോ. മുസ്മത്തിക്ക് 8 കിസ്മേ ഹോത്തി. മുസ്മത്തിന് എത്ര കിസ്മുകളുണ്ട്? ഏകദേശം 8 കിസ്മുകളുണ്ട്. ഒന്ന് മുസല്ലസ്, അതിലുള്ള ഓരോ ബന്ദിലും ഓരോ ക്ലോസിലും 3 മസ്ര ഉണ്ടാവും. മുറബ്ബ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോ ബന്ദിലും 4 മസ്ര ഉണ്ടാവും. മുഖമ്മസ് 5 ഉണ്ടാവും. മുസദ്ദസ് 6 ഉണ്ടാവും. മുസബ്ബ 7, മുസമ്മൻ 8, മുത്തസ്യ 9, മുഅശ്ശർ 10. അങ്ങനെയാ. ഓക്കെ, ഇനി തർജീവ് ബന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധുകളിലെ ചില ഇനങ്ങളാണ്. ഒന്ന് തർജീവ് ബന്ദ്. തർജീവ് ബന്ദ് എന്ന് പറഞ്ഞാല് അതിന് തർക്കീബ് ബന്ദ് അല്ലെങ്കിൽ തർജീവ് ബന്ദിൽ വ്യത്യസ്തമായ ഇനങ്ങൾ ഉണ്ടെന്നാണ്. തർക്കീബ് ബന്ദിൽ തർക്കീബ് ബന്ദ് में टाइप का हर बार തർക്കീബ് ബന്ദിലും തർജീബ് ബന്ദിലും വ്യത്യസ്തമായ ധാരാളം ഇനങ്ങളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. തർക്കീബ് ബന്ദിലുള്ള അത്തരത്തിലുള്ള ഷീറുകളിൽ ഓരോ തവണയും അതെന്ത് ചെയ്യും, വ്യത്യസ്തമായി കൊണ്ടിരിക്കും. ബദൽ താക്കി അതിലുള്ള ഷെയറുകൾ അതിങ്ങനെ വ്യത്യസ്തമായി കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് തർജീബ് ബന്ദിലാണെങ്കിലോ അതിൽ തബ്ദീൽ നഹി മുഹത്ത്, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. തർക്കീബ് ബന്ദാണെങ്കിൽ മാറ്റം ഉണ്ടാവും. തർജീ ആണെങ്കിൽ അതിലെ ഷെയറുകൾക്ക് മാറ്റമുണ്ടാകില്ല. അതായത് എല്ലാ ബന്ദിന്റെയും അവസാനത്തിൽ എന്താ പറയാ, ജൂൻ കാ തൂൻ ദഹ്റായ ജാത്ത, അതില് ആവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത തർക്കീബ് ബന്ദ്. അതിൽ സാധാരണയായിട്ട് തർക്കീബ് ബന്ദിന്റെ പ്രത്യേകത സാധാരണയായിട്ട് 5 से 11 तक അശ്ആർ ഹോത്തെ, 5 മുതൽ 11 വരെ അശ്ആറുകൾ അതിലുണ്ടാകാം. പിന്നെ ഫറദ് എന്ന് പറഞ്ഞാല് ഒരു ഷീർ, ഏക് ഷീർ ഫറദ് കഹലാത്ത, ഒരു ഷീർ മാത്രമുള്ളെങ്കിൽ അതിന് എന്താ പറയാ, ഒരു ഷീർ മാത്രമുള്ള ബന്ദ് ക്ലോസ് ആണെങ്കിൽ അത് നമുക്ക് എന്താ പറയാം, ഫർദ് എന്ന് പറയാം. ഫർദ് എന്നാണ് പറയാം. ബൈറ്റ്സ്, ഒരു ബൈത്തിൽ 2 മസ്ര ഉണ്ടാകാം. ഒരു ബൈത്ത് എന്ന് പറയുന്നത് 2 മസ്രകൾ ഉണ്ടെങ്കിൽ അതിനൊരു ബൈത്ത് എന്ന് പറയും. ഉറുദുവില് ബൈത്തിനിക്ക് ഷെയർ എന്ന പദം തന്നെയാണ് ഉപയോഗിക്കാറ്. ശരിക്കും ഷെയർ എന്ന് പറഞ്ഞാൽ 2 വരിയുള്ള ഇതിനെ നമുക്ക് എന്ത് പറയാം, ഷീർ എന്ന് പറയാം. എന്നാൽ ഒരു
രണ്ട് എന്താ പറയാ, രണ്ട് മസ്ര, കാരണം രണ്ട് ഷേറിലുള്ള ഓരോ വരിക്കും ഓരോ മസ്ര എന്ന് പറയാം. ചുരുക്കത്തിൽ രണ്ട് വരിയുള്ളതിനെയാണ് എന്ത് പറയാ, ബൈത്ത് എന്നും പറയാം. ഉറുദുവിൽ രണ്ടും ഒരേ പിന്നെ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ബൈത്ത് എന്ന് പറഞ്ഞാൽ ഷേർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് നടത്തും. ഓക്കെ, എത്രയാണ് ഈ ഗ്രാമറിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്? നന്നായി ശ്രദ്ധിച്ച് പഠിക്കാൻ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.